ശ്രദ്ധിക്കുക, 13ാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. 13ാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. സെക്ഷൻ 3 ആണ് ഇനി നമ്മൾ എടുക്കാനുള്ളത്. സെക്ഷൻ 3. എ ലോങ് ഗ്രണ്ട് റിസൗണ്ടഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി കട്ടിങ്. ഒരു ശബ്ദം കുറഞ്ഞ ഒരു മുരൾച്ച എവിടെ നിന്ന്? ടോപ്പ് ഓഫ് ദി കട്ടിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടണലിലേക്ക് ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഒരു കട്ടിങ് ഉണ്ട്. കട്ടിങ്ങിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു മുരൾച്ച മാറ്റൊലി കണ്ടു. റിസൗണ്ടഡ്. ഇൻ എ സെക്കൻഡ് ബാൽഡിയോ വാസ് അവേക്ക്, ഓൾ ഹിസ് സെൻസ് അലേർട്ട്. അപ്പോൾ മയക്കത്തിലിടുന്ന ബാൽഡിയോ പെട്ടെന്ന് ഉണർന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ സജീവമായി, എന്ന് പറഞ്ഞാൽ വളരെ അലേർട്ടായി. ഉള്ളി എ ടൈഗർ കുഡ്സ് ഇമിറ്റ് സച്ച് എ സൗണ്ട്. ഒരു ടൈഗറിന് മാത്രമേ, ഒരു കടുവയ്ക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ആ മുരൾച്ച ശബ്ദം എന്തിൻ്റെയാണ്? ആ കടുവയുടേതാണ് എന്ന് ബാൽഡിയോ തിരിച്ചറിഞ്ഞു. There was no shelter for ബാൽഡിയോ. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു അഭയസ്ഥാനവുമില്ല. But he grasped his axe firmly and tensed his body. അദ്ദേഹം എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ ഇനി മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കോടാലി മുറുകെ പിടിച്ചു. ആൻഡ് ടെൻസ്ഡ് ഹിസ് ബോഡി. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തയ്യാറാക്കി നിർത്തി. ഏത് ഭാഗത്തേക്ക് എപ്പോഴും തിരിയാനും കുതിക്കാനും പറ്റുന്ന രൂപത്തിൽ തയ്യാറായി നിന്നു. ട്രൈങ് ടു മേക്ക് ഔട്ട് ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദ ആനിമൽ വാസ് അപ്രോച്ചിങ്. ഏത് സൈഡിൽ നിന്നാണോ മൃഗം വരുന്നത്, കടുവ വരുന്നത്, ആ സൈഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശരീരം റെഡിയാക്കി അദ്ദേഹം നിന്നു. ഫോർ സം ടൈം ദെയർ വാസ് ഓൺലി സൈലൻസ്. ഇവിടെ കുറച്ച് നേരത്തേക്ക് വളരെ നിശബ്ദത വന്നു. ഈവൻ ദി യൂഷ്വൽ ജംഗിൾ നോയ്സ് സീംഡ് ടു ഹാവ് സീസ്ഡ് ഓൾ ടുഗദർ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നിന്നുപോയ ആ സാധാരണ കാടിൻ്റെ വന്യമായ ശബ്ദങ്ങൾ കുറച്ച് നേരത്തേക്ക് നിന്നുപോയി എന്നാണ് പറയുന്നത്. അത്രമാത്രം ഭീകരമായിരുന്നു എന്തിൻ്റെ? ഈ കടുവയുടെ മുരൾച്ച. ദെൻ ദി thump and the rattle of small stones announced that the tiger had sprung into the cutting. തട്ടുന്ന ശബ്ദം, എന്തോ തട്ടുന്ന ശബ്ദം. തപ്പ് ആൻഡ് റാറ്റൽ, തുരുതുരെ വീഴുക. അപ്പോൾ എന്തിൻ്റെയൊക്കെയോ തട്ടുന്ന ശബ്ദവും ചെറിയ കല്ലുകൾ തുരുതുര വീഴുന്ന ശബ്ദവും കേട്ടപ്പോൾ എന്തു മനസ്സിലായി? ടൈർ ഹാഡ് സ്പ്രങ് ഇൻ ടു ദി കട്ടിങ്. ആ കട്ടിങ്ങിൻ്റെ സൈഡിലെവിടെയോ കടുവ പരിങ്ങി നിൽപ്പുണ്ട് എന്ന്, സ്പ്രങ് ചെയ്തിട്ടുണ്ട് എന്ന് ബാൽഡിയോയ്ക്ക് മനസ്സിലായി. നെക്സ്റ്റ് പാരഗ്രാഫ്. ബാൽഡിയോ ലിസണിങ് ആസ് ഹി ഹാഡ് നെവർ ലിസൺഡ് ബിഫോർ. ഇതിനു മുമ്പ് ഒരിക്കലും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ അദ്ദേഹം വളരെ ഒരു സൂചി അനക്കം പോലും കേൾക്കത്തക്ക രൂപത്തിൽ ശ്രദ്ധിച്ചു നിന്നു. Wondered if it was making for the tunnel or the opposite direction of the hut. ഇനി ടണലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ മൃഗം തിരിയുകയാണെങ്കിൽ അത് നേരെ കുടിലിലേക്കാണ് പോവുക. ഇവർക്കൊരു ഹട്ടുണ്ട് എന്ന് നമ്മൾ പറയണ്ടേ. ഹട്ടിൽ എന്തുണ്ട്? ഇൻ വിച്ച് ടെമ്പു വുഡ് ബി ലേയിങ് അൺപ്രൊട്ടക്റ്റഡ്. അവിടെ മകൻ തെമ്പു ഒരു സംരക്ഷണവുമില്ലാതെ ഉറങ്ങുകയാണ്. അപ്പോൾ കടുവ ദിശ മാറിപ്പോയാൽ എങ്ങോട്ട് പോകും? കുടിലിലേക്ക് പോകും. ഹി ഡിഡ് നോട്ട് ഹാവ് ടു വണ്ടർ ഫോർ ലോങ്. അദ്ദേഹത്തിന് അത്ഭുതപ്പെട്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു. ബിഫോർ എ മിനിറ്റ് ഹാഡ് പാസ്ഡ് ഹി മെയ്ഡ് ഔട്ട് ദ ഹ്യൂജ് ബോഡി ഓഫ് ദി ടൈഗർ ടോയ്റ്റിങ് സ്റ്റീഡിലി. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് കണ്ടു? ഹ്യൂജ് ബോഡി ഓഫ് ടൈഗർ. ടൈഗറിൻ്റെ വലിയ ശരീരം അദ്ദേഹം കണ്ടു. വേഗത്തിൽ നടന്നെടുക്കുന്നു. ട്രോറ്റിങ് സ്റ്റീഡിലി, വളരെ വേഗത്തിൽ നടന്നെടുക്കുകയാണ്. ടുവേഴ്സ് ഹിം, അവൻ്റെ നേരെ. ഇറ്റ്സ് ഐസ് ഡ്രോൺ എ ബ്രില്യൻ്റ് ഗ്രീൻ ഇൻ ദി ലൈറ്റ് ഫ്രം ദി സിഗ്നൽ ലാമ്പ്. അദ്ദേഹത്തിൻ്റെ
ഈ കടുവയുടെ കണ്ണുകൾ എങ്ങനെ തിളങ്ങി? ആ ബ്രില്യൻ്റ് ഗ്രീൻ, എന്താണ്, പച്ച കളറിൽ തിളങ്ങി. ഫ്ലിറ്റ് വാസ് യൂസ്ലെസ്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. ഫോർ ഇൻ ദി ഡാർക്ക് ദ ടൈഗർ വുഡ് ബി മോർ ഷുവർ ഫുട്ടഡ് ദാൻ ബാൽഡിയോ ആൻഡ് വുഡ് സൂൺ ബി അപ്പോൺ ഹിം ഫ്രം ബിഹൈൻഡ്. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കടുവയ്ക്ക് രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഇരയെ പിടിക്കാൻ കാഴ്ച കിട്ടുന്നതും അവന് അനുയോജ്യം. അതുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പുറകിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബാൽഡിയോയെ അതിന് കീഴടക്കാൻ പറ്റും. ബാൽഡിയോ സ്റ്റുഡ് വിത്ത് ഹിസ് ബാക്ക് ടു ദി സിഗ്നൽ പോസ്റ്റ്. അപ്പോൾ ആ വിളക്ക് മരത്തിൻ്റെ പുറകിലായി ബാൽഡിയോ നിന്നു, മോഷൻലെസ്, അനക്കമില്ലാതെ, സ്റ്റാറിങ് അറ്റ് ദ ഗ്രേറ്റ് ബ്രൂട്ട് മൂവിങ് റാപ്പിഡ്ലി ടുവേഴ്സ് ഹിം, നിരീക്ഷിച്ചുകൊണ്ട് ആ വലിയ മൃഗീയമായ കാൽവയ്പ്പുകളോടുകൂടി ആ വലിയ മൃഗം അവൻ്റെ നേരെ നടന്നെടുക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അവൻ എവിടെ നിന്നു? വിളക്ക് മരത്തിൻ്റെ ചുവട്ടിൽ അനങ്ങാതെ നിന്നു. ദ ടൈഗർ യൂസ്ഡ് ദി വേ ഓഫ് മാൻ, ഫോർ ഇറ്റ് ഹാഡ് ബീൻ preying on them for years, came on fearlessly and with a quick run and snarl struck out with its right paw. എന്താ പറഞ്ഞു വന്നത്? അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്, അനക്കമില്ലാതെ നിൽക്കുകയാണ്. ദ ടൈഗർ യൂസ്ഡ് ദി വേസ് ഓഫ് മാൻ. ആളുകളുടെ വഴിയിൽ സാധാരണ കടുവകൾ വരുമ്പോൾ, ഫോർ ഇറ്റ് ഹാഡ് ബീൻ preying on them for years, എന്താണ്, വർഷങ്ങളായിട്ട് ആളുകളുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആളുകളെ അത് ഇരയാക്കുകയാണ് ചെയ്യുന്നത്. കെയിം ഓൺ ഫിയർലെസ്, അതെന്ത് ചെയ്യുന്ന? ആളുകളുടെ നേരെ ഭയമില്ലാതെ കടന്നു വരും. ആൻഡ് വിത്ത് എ ക്വിക്ക് റൺ, വളരെ വേഗത്തിൽ കുതിച്ച്, ആൻഡ് സ്നറൽ, ചീറുക, സ്ട്രക്ക് ഔട്ട് വിത്ത് ഇറ്റ്സ് എ പോ, അതിൻ്റെ ചീറിയെടുത്ത് അതിൻ്റെ കൈ കൊണ്ട്, പോ എന്ന് പറഞ്ഞാൽ കൈപ്പാദമാണ്, കൈയുടെ പാദമാണ്, ആ പാദം കൊണ്ട് എന്ത് ചെയ്യുന്നു? ആക്രമിക്കുകയാണ് എന്ന്. എക്സ്പെക്റ്റിംഗ് ടു ബോവൽ ഓവർ ദിസ് ഫണി മാൻ ഹൂ ഡേർഡ് സ്റ്റാൻഡ് ഇൻ ദി വേ. സാധാരണ ആളുകൾ എന്താ ചെയ്യാറുള്ളത്? അങ്ങനെ നേർക്കുനേരെ വന്നതിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഒഴിഞ്ഞു മാറും, ബോൾ ചെയ്യും. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല? ബോവൽ ഓവർ ദിസ് ഫണി മാൻ ഹൂ ഡ്രേഡ്, അദ്ദേഹം പേടിച്ചരണ്ട് എന്ത്? സ്റ്റാൻഡ് ഇൻ ദി വേ, കടുവ വരുന്ന വഴിയിൽ തന്നെ നിന്ന്. അദ്ദേഹത്തിന് മാറാനൊന്നും തോന്നിയില്ല. ബാൽഡിയോ ഹവർ വാസ് റെഡി, അദ്ദേഹം എന്തിന് തയ്യാറായി നിൽക്കുകയാണ്. വിത്ത് എ മാർവലസ്ലി ഏജിൽ ലീപ്പ് ഹി അവോയ്ഡ് ദി പോ ആൻഡ് ബ്രോട്ട് ഹിസ് ആക്സ് ഡൗൺ ഇൻ ദി അനിമൽ ഷോൾഡർ. അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. ഈ മൃഗം എന്ത് ചെയ്തു? വളരെ തന്ത്രപൂർവം, വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ കുതിച്ചു. ഏജിൽ ലീപ്പ് എന്ന് പറഞ്ഞാൽ വേഗതയേറിയ കുതിപ്പ്, അദ്ദേഹത്തിന് നേരെ കുതിച്ചു. ആൻഡ് ഹി അവോയ്ഡഡ് ദ പോ, ആ മുൻകാലുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേത്തടിക്കുന്നത്, ശരീരത്തടിക്കുന്നത് അദ്ദേഹം ഒഴിവായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. ആൻഡ് ബ്രോട്ട് ഹിസ് ആക്സ്, അദ്ദേഹത്തിൻ്റെ കോടാലി എടുത്തു. ഡൗൺ ഓൺ ദ അനിമൽ ഷോൾഡർ, അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ ഷോൾഡറിനിട്ട് കൈപ്പലകിട്ട് വെട്ടി. ദ ടൈഗർ ഗേവ് എ റോർ ആൻഡ് അറ്റംപ്റ്റ് ടു ക്ലോസ് ഇൻ. അതിന് വെട്ടുകൊണ്ടപ്പോൾ അത് വീണ്ടും അലറിയിട്ട് എന്ത് ചെയ്തു? അത് വീണ്ടും അടുത്തേക്ക് ചാടി. Again Baldo drew his axe with caught the tiger on the shoulder. വീണ്ടും അദ്ദേഹം കോടാലി ഉയർത്തി വീണ്ടും അതിൻ്റെ ഷോൾഡറിട്ട് വെട്ടി. ഓൾമോസ്റ്റ് സെവറിങ് ദ ലെഗ്, തകർന്ന കാലിനിട്ട് തന്നെയാണ് വീണ്ടും വെട്ടിയത്. ഏറെക്കുറെ തകർന്ന് തരിപ്പണമായി പോയ ആ കാലിനിട്ട് തന്നെ വീണ്ടും വെട്ടി. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ്, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ, ദ ആക്സ് റിമൈൻഡ് സ്റ്റക്ക് ഇൻ ദി ബോൺ. എന്താണ്? പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി. എന്താ സംഭവിച്ചത്? ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ആക്സ് റിമൈൻഡ് സ്റ്റക്ക് ഇൻ ദി ബോൺ, രണ്ടാമത്തെ വെട്ടിന്
കടുവയുടെ എല്ലിനകത്ത് എന്ത് ചെയ്തു? കോടാലി കുടുങ്ങിപ്പോയി, തിരിച്ചു ഊരാൻ പറ്റുന്നില്ല. ആൻഡ് ബാൽഡിയോ വാസ് ലെഫ്റ്റ് വിത്തൗട്ട് വെപ്പൺ. അപ്പോൾ ബാൽഡിയോ ആയുധമില്ലാത്തവൻ ആയിത്തീർന്നു. ദ ടൈഗർ റോറിങ് വിത്ത് പെയിൻ. അത് വേദന കൊണ്ട് മുരണ്ടുകൊണ്ടിരുന്നു. നൗ സ്പ്രങ് അപ്പ് ബാൽഡിയോ. ഇപ്പോൾ എന്ത് ചെയ്തു? അത് ബാൽഡിയോയ്ക്ക് നേരെ കുതിച്ചു. ബ്രിങ് ഹിം ഡൗൺ. അദ്ദേഹത്തെ വീഴ്ത്തി. ആൻഡ് ദെൻ ടിയറിങ്, കട്ടിച്ചു മുറിച്ചു. ആരിസ് എ ബ്രോക്കൺ ബോഡി. അദ്ദേഹത്തിൻ്റെ ശരീരം കട്ടിച്ചു മുറിച്ചു. ബാൽഡിയോയെ അത് പിടിച്ചു. ഇറ്റ് വാസ് ഓൾ ഓവർ ഇൻ ദി ഷാർപ്പ് ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് ബാൽഡിയോ വാസ് കോൺഷ്യസ്. ബാൽഡിയോയ്ക്ക് ഏകദേശം ബോധമുണ്ടായിരുന്നു. ഒൺലി ഓഫ് എ ഷിയറിങ് പെയിൻ ഡൗൺ ഹിസ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ പുറത്ത് വേദന നിറഞ്ഞ എന്തോ ആഴ്ന്നിറങ്ങുന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബോധതലത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആൻഡ് ദെൻ ദെർ വാസ് എ ബ്ലാക്ക്നെസ് ആൻഡ് ദ നൈറ്റ് ക്ലോസ്ഡ് ഓൺ ഹിം ഫോർ എവർ. ആ രാത്രി എന്നേക്കുമായി അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാം ഇരുട്ടായി തീർന്നു. ഇരുളടഞ്ഞ രാത്രി എന്നേക്കുമായി അദ്ദേഹത്തിന് മുമ്പിൽ അവസാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളതിൻ്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 13(3) ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, വാട്ട് മേഡ് ബാൽഡിയോസ് ജോബ് ആസ് എ സിഗ്നൽമാൻ ഡേഞ്ചറസ്? ബാൽഡിയോയുടെ സിഗ്നൽമാൻ ആയിട്ടുള്ള ഈ ജോലി വളരെ അപകടം പിടിച്ചതായിരുന്നു. എന്തുകൊണ്ട്? ബാൽഡിയോയുടെ ഈ ജോലി അപകടം പിടിച്ചതായിരുന്നു എന്തുകൊണ്ട്? ഇതിൻ്റെ ആൻസറിൽ പറയുന്നത് ഇങ്ങനെ: ഹീ ഹാഡ് ടു ഫേസ് ദ ടൈഗർ എനി ടൈം. ഏത് സമയത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? കടുവേനെ അഭിമുഖീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ജോലി അപകടം പിടിച്ചതായിരുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഫ്രം ദി ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദി ടൈഗർ. ടൈഗറിനെ വിവരിക്കുന്ന വാക്കുകൾ പാഠഭാഗത്തുനിന്നും ഉദ്ധരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് എ മാൻ ഈറ്റർ. അതാണ് ആൻസർ പറയുന്നത്. ഇറ്റ് വാസ് എ മാൻ ഈറ്റർ. മനുഷ്യനെ തിന്നുന്ന കടുവയായിരുന്നു അത്. സാധാരണക്കാരനല്ല, മനുഷ്യനെ തിന്നുന്ന കടുവയായിരുന്നു. പലരെയും തിന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ബാൽഡിയോ മോർ വറീഡ് അബൌട്ട്? അദ്ദേഹം കൂടുതൽ വേവലാതിപ്പെട്ടു. ഹിസ് ഓൺ സേഫ്റ്റി ഓർ ഹിസ് സൺസ്? അദ്ദേഹം എന്തിനെ ഓർത്തിട്ടാണ് വേവലാതിപ്പെട്ടത്? അവൻ്റെ സേഫ്റ്റി ഓർത്തിട്ടോ അതോ മകൻ്റെ സേഫ്റ്റി ഓർത്തിട്ടാണോ അദ്ദേഹം വേവലാതിപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ആൻസർ പറയുന്നത് തെമ്പു, ഹിസ് സൺസ്, തെമ്പൂസ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ എന്തിനെ ഓർത്ത്? സുരക്ഷയെ ഓർത്താണ് അദ്ദേഹം വേവലാതിപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കടുവയെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? എന്തായാലും കടുവയുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചത്. നാലാമത്തെ ചോദ്യം, വൈ ഡിഡ് ബാൽഡിയോ ഡിസൈഡ് ടു ഫൈറ്റ് ദി ടൈഗർ? എന്തുകൊണ്ടാണ് അദ്ദേഹം ടൈഗറുമായി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? ഹീ ഹാഡ് ആൻ ആക്സ് ടു കിൽ ഇറ്റ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനെ കൊല്ലാൻ പര്യാപ്തമായ ഒരു കോടാലി ഉണ്ടായിരുന്നു. ഹീ ഡിഡിൻറ്റ് തിങ്ക് ദ ടൈഗർ വാസ് ഡേഞ്ചറസ്. ഹീ ഡിഡിൻറ്റ് തിങ്ക് ദ ടൈഗർ വാസ് ഡേഞ്ചറസ്. അദ്ദേഹം ടൈഗർ വലിയ അപകടകാരിയാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. ഹീ ഡിഡിൻറ്റ് തിങ്ക് ദ ടൈഗർ വാസ് ഡേഞ്ചറസ്. വലിയ അപകടകാരിയാണ് കടുവയെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടുവയെ കൊല്ലാൻ പറ്റിയ ഒരു മഴുവും ഉണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഹൗ ഡിഡ് ബാൽഡിയോ ഡൈ? എങ്ങനെയാണ് ബാൽഡിയോ മരിച്ചത്? ദ ആക്സ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദി ടൈഗേഴ്സ് ഷോൾഡർ സോ ഹീ കുഡിൻറ്റ് ഫൈറ്റ് ഇറ്റ്. അദ്ദേഹം വെട്ടിയപ്പോൾ ടൈഗറിൻ്റെ എല്ലിനിടയിൽ, ഈ ടൈഗറിൻ്റെ ഷോൾഡറിനിടയിൽ എന്ത് സംഭവിച്ചു? കോടാലി കുടുങ്ങിപ്പോയി. അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അതോടുകൂടിയാണ് അദ്ദേഹം നിരായുധനായി തീർന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് സോ ഹീ കുഡിൻറ്റ് ഫൈറ്റ് ഇറ്റ്. വീണ്ടും അദ്ദേഹത്തിന് കടുവയുമായി ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് അതിൻ്റെ ആൻസർ. ഇനി ശ്രദ്ധിക്കാൻ സെക്ഷൻ 4 നമ്മൾ കടക്കുകയാണ്. സെക്ഷൻ 4 ശ്രദ്ധിച്ചിരിക്കുക. The tiger drove off and sat down licking his wounded leg, roaring every now and then with agony.
അപ്പോൾ ടൈഗർ എന്ത് ചെയ്തു? ടൈഗർ അതിൻ്റെ മുറിഞ്ഞ കാല് വലിച്ചുകൊണ്ട് നക്കിക്കൊണ്ടും ആ മുറിവ് നക്കിക്കൊണ്ടും ആ കാല് വലിച്ചുകൊണ്ടും മുമ്പോട്ട് നീങ്ങുകയാണ്. ഈസ് വുഡഡ് ലെഗ് റോറിങ് എവരി, എല്ലാ സമയത്തും അത് മുരണ്ടുകൊണ്ട് മുറിവിൽ നക്കിക്കൊണ്ട് മുറിഞ്ഞ കാല് വലിച്ചുകൊണ്ട് ടൈഗർ മുമ്പോട്ട് നടക്കുകയാണ്. ദെൻ വിത്ത് ആഗണി, അത് വേദന കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുരളുന്നത്. ഹി ഡിഡൻറ്റ് നോട്ടീസ് ദാറ്റ് ദ ഫെയിൻഡ് റംബ്ലിംഗ് ദാറ്റ് ഷുക്ക് ദി എർത്ത്. കടുവയെ സംബന്ധിച്ചിടത്തോളം അതിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ദുർബലമായ ഭൂമിയുടെ വിറയൽ, ഫെയിൻഡ് റംബിൾ ദാറ്റ് ഷുക്ക് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന പ്രകമ്പനമൊന്നും അതിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോളോഡ് ബൈ ദ ഡിസ്റ്റൻറ്റ് പഫിങ് ഓഫ് ആൻ എൻജിൻ സ്റ്റീഡ്ലി ക്ലൈംബിങ്. അപ്പോൾ എന്താണ്? വളരെ വേഗത്തിൽ കടന്നു വരുന്ന ട്രെയിൻ എഞ്ചിനെ അതിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അത് വേദന കൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഓവർലാൻഡ് മെയിൽ വാസ് അപ്രോച്ചിങ്. അപ്പോൾ എന്താണ്? മെയിൽ ട്രെയിൻ വന്നു. ത്രൂ ദി ട്രീസ് ബിയോണ്ട് ദി കട്ടിങ്. എന്താണ്? കട്ടിങ്ങിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്ത് എന്ത് സംഭവിച്ചു? മറുപുറത്ത് ആസ് ദ ട്രെയിൻ അഡ്വാൻസ്ഡ്, അവിടെ എത്തിക്കഴിഞ്ഞു. ദ ഗ്ലോ, തിളക്കം ഓഫ് ദി ഫർണാസ് കുഡ് ബി സീൻ. ഫർണാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൽക്കരി കൊണ്ട് ഓടുന്ന തീവണ്ടിയാണ്. കൽക്കരി കൊണ്ട് ഓടുന്ന തീവണ്ടി എന്ന് പറഞ്ഞാൽ കൽക്കരി ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ഫർണാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. കത്തിക്കുന്ന ആ ഭാഗമാണ്. വലിയൊരു കിണറ് പോലെയൊരു ഭാഗമാണ്. അതിൽ കൽക്കരി ഇട്ടിട്ടാണ് കത്തിക്കുക. ആ ഫർണാസിന് ഭയങ്കരമായ കത്തുന്ന തിളക്കമായിരിക്കും. ആ തിളക്കം എന്താണ്? ആൻഡ് ഷോഴ്സ് ഓഫ് സ്പാർക്സ് ഫെൽ ലൈക്ക് ദീപാവലി ലൈറ്റ്സ് ഓവർ ദി ഫോറസ്റ്റ്. ദൂരെ നിന്ന് തന്നെ ഈ തിളക്കം മരങ്ങളിൽ, കാടുകളിൽ പ്രതിഫലിച്ചു. അത് ദീപാവലി ലൈറ്റ് പോലെ തോന്നപ്പെട്ടു എന്ന് പറയുന്നു. ആസ് ദ ട്രെയിൻ എൻറ്റേർഡ് ദി കട്ടിങ്, ഇനി ആ കട്ടിങ്ങിലേക്ക് ട്രെയിൻ പ്രവേശിച്ചു. ദ എൻജിൻ വിസിൽഡ് വൺ, എൻജിൻ ഒരു പ്രാവശ്യം വിസിൽ ചെയ്തു. എന്തിനാണ് വിസിൽ ചെയ്തത്? ലൗഡ് ആൻഡ് പേഴ്സിംഗ്ലി, തുളഞ്ഞു കയറുന്ന ശബ്ദത്തിൽ, വളരെ ഉച്ചത്തിൽ എൻജിൻ എന്ത് ചെയ്തു? വിസിൽ ചെയ്തു. ദ ടൈഗർ റേസ്ഡ് ഹിസ് ഹെഡ്. അപ്പോൾ റെയിൽപാളത്തിൽ എന്തുണ്ട്? ടൈഗറുണ്ട് അല്ലേ? ആ ടൈഗർ ഉള്ളത് കൊണ്ടാണ് എൻജിൻ വിസിൽ ചെയ്തത്. പക്ഷേ ടൈഗറിന് എന്ത് ചെയ്തു? ടൈഗർ റേസ്ഡ് ഹിസ് ഹെഡ്, അതതിൻ്റെ തല ഉയർത്തി നോക്കി. ദെൻ സ്ലോലി ഗോട്ട് ഇറ്റ് ഹിസ് ഫീറ്റ്, തല അതുപോലെ തന്നെ കുനിച്ച് എന്ത് ചെയ്തു? താഴേക്ക് വെച്ചു. സ്ലോലി ഗോട്ട് ഇറ്റ് ടു ഹിസ് ഫീറ്റ്, അതിൻ്റെ കാൽപാദത്തിനിടയിലേക്ക് തല വെച്ചു എന്ന് പറഞ്ഞാൽ അതിന് അത്രയുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മരിക്കാറായി കിടക്കുകയാണ്. ഹി ഫൗണ്ട് ഹിംസെൽഫ് ട്രാപ്ഡ് ബൈ ദി മാൻ. അപ്പോൾ എന്താണ്? അതിന് മനസ്സിലായി മനുഷ്യനാൽ താൻ കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ലൈക്ക് എന്നാണ്, അത് ബൈ എന്നാക്കുക. ട്രാപ്ഡ് ബൈ എന്നാണ് വേണ്ടത്. ട്രാപ്ഡ് ബൈ ദി മാൻ. അപ്പം മനുഷ്യനാൽ താൻ കുറ്റപ്പെടും. ഒരു സൈഡിൽ നിന്ന് വെട്ട് കിട്ടി, ഒരു സൈഡിൽ നിന്ന് ട്രെയിൻ വരുന്നു, നീങ്ങാൻ പറ്റുന്നില്ല, താൻ കുടുങ്ങിയെന്ന് കടുവയ്ക്ക് മനസ്സിലായി. ഫ്ലെച്ച് അലോങ് ദി കട്ടിങ് വാസ് ഇമ്പോസിബിൾ. ആ കട്ടിങ്ങിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഹി എൻറ്റേർഡ് ദി ടണൽ. കടുവ എന്ത് ചെയ്തു? നേരെ ടണലിനുള്ളിലേക്ക് നീങ്ങി. റണ്ണിങ് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് വൂണ്ടഡ് ലെഗ് വുഡ് ക്യാരി ഹിം. ആ മുറിഞ്ഞ കാലുകൊണ്ട് തനിക്ക് ഓടാവുന്ന അത്രയും വേഗത്തിൽ, ഫാസ്റ്റിൽ അത് ടണലിനുള്ളിലേക്ക് ഓടിക്കയറി. ആൻഡ് ദെൻ വിത്ത് എ റോർ ആൻഡ് ഷോവർ ഓഫ് സ്പാർക്സ് ദ ട്രെയിൻ എൻറ്റേർഡ് ദി യാവനിങ് ടണൽ. അപ്പോൾ ടണലിൻ്റെ യാവനിങ് മീൻസ് വായിലേക്ക് ട്രെയിൻ കയറിപ്പോയി. ദ നോയ്സ് ഇൻ ദി കൺഫൈൻഡ് സ്പേസ് വാസ് ദ ഡിഫൈനിങ് ബട്ട്. എന്താണ്? വളരെ ഉറച്ച, കഠോരമായ, ഡിഫൈനിങ് മീൻസ് കർണകഠോരമായ ശബ്ദമായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ദ്വാരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ടണലിനുള്ളിലേക്ക്, തുരങ്കത്തിനുള്ളിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ഉണ്ടാകുന്ന
ഒരു ഭീകരമായൊരു മുഴക്കമുണ്ട് അല്ലേ. വെൻ ദ ഡ്രെയിൻ കെയിം ഔട്ട് ഇൻ ദി ഓപ്പൺ, അപ്പുറത്തെ സൈഡിൽ കൂടി അത് പുറത്തു വന്നു. ഓൺ ദി അതർ സൈഡ് സൈലൻസ് റിട്ടേൺഡ് വൺ മോർ ടു ഫോറസ്റ്റ് ആൻഡ് ടണൽ. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഇടിമുഴക്ക ശബ്ദം കഴിഞ്ഞ് വീണ്ടും എന്ത് സംഭവിച്ചു? നിശബ്ദത തിരിച്ചു വന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ ദ ഡ്രൈവർ സ്ലോഡ് ഡൗൺ ദി സ്റ്റോപ്ഡ് ദി ട്രെയിൻ ടു വാട്ടർ ദി എൻജിൻ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ എൻജിനിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി ഡ്രൈവർ ട്രെയിൻ നിർത്തി. ഹി ഗോട്ട് ഡൗൺ ടു സ്ട്രെച്ച് ഹിസ് ലെഗ്സ് ആൻഡ് ഡിസൈഡ് ടു എക്സാമിൻ ദി ഹെഡ് ലാംപ്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം കാലുകൾ നീട്ടി താഴേക്ക് ഇറങ്ങി. സ്ട്രെച്ച്ഡ് ഹിസ് ലെഗ്സ് ആൻഡ് ഡിസൈഡ് ഗോട്ട് ഡൗൺ ടു സ്ട്രെച്ച് ഹിസ് ലെഗ്സ് ആൻഡ് ഡിസൈഡ് ടു എക്സാമിൻ ദി ഹെഡ് ലാംപ്സ്. അപ്പോൾ ട്രെയിനിൻ്റെ ഹെഡ് ലാംപ്സ് എന്തായാലും പരിശോധിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ആ എൻജിനിൽ നിന്ന് കാല് നീട്ടി താഴേക്ക് ഇറങ്ങി. ഹി റിസീവ്ഡ് ദി സർപ്രൈസ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം കണ്ടു. ഫോർ ജസ്റ്റ് അബവ് ദി കൗക്കാച്ചർ. കൗക്കാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീവണ്ടിയുടെ മുൻപിൽ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടി നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് കൗക്കാച്ചർ എന്ന് പറഞ്ഞാൽ. തീവണ്ടിയുടെയൊക്കെ മുമ്പിൽ പാളത്തിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റാനും എടുത്തു മാറ്റാനും ഒക്കെ ആയിട്ട് തീവണ്ടിയുടെ മുൻഭാഗത്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു കമ്പി പോലത്തെ ഭാഗമാണ്. അതെന്തെങ്കിലും പാളത്തിലുണ്ടെങ്കിൽ അതിനെ നിരക്കി കളയുകയും തള്ളിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ കൗക്കാച്ചറിൽ എന്ത് കണ്ടു? ലേ ദ മേജർ പോർഷൻ ഓഫ് ദ ടൈഗർ കട്ട് ഇൻ ഹാഫ് ബൈ ദി എൻജിൻ. എൻജിന് കയറി മുറിഞ്ഞുപോയ കടുവയുടെ ശരീരഭാഗത്തിൻ്റെ മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രമേ വേറെ എവിടെ പോയിട്ടുള്ളൂ. ഏകദേശം മേജർ പോർഷനും കടുവയുടെ മേജർ പോർഷനും ആ കൗക്കാച്ചറിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ദർ വാസ് കൺസിഡറബിൾ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് കൺജക്ടർ അറ്റ് ദ സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള അതിശയങ്ങളും എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ കാര്യങ്ങളുമൊക്കെ നടന്നു. എന്നാൽ ബാക്ക് അറ്റ് ദി കട്ടിങ്, എന്നാൽ തിരിച്ച് ഈ ടണലിന് മുമ്പിലുള്ള കട്ടിങ്ങിൻ്റെ ഭാഗത്ത് there was no sound except for the sobs of the boy as he sat beside the body of his father. അടുത്ത സ്റ്റേഷനിൽ നടന്ന വിഷയങ്ങളൊക്കെ വളരെ ആശ്ചര്യകരമായിരുന്നു. കടുവയുടെ പകുതി ഭാഗം കൗക്കാച്ചറിൽ തൂങ്ങിക്കിടക്കുന്നു. ഡ്രൈവർ അത്ഭുതപ്പെടുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ സ്റ്റേഷനിലേക്ക്, ആദ്യത്തെ സ്റ്റേഷനിലേക്ക് നമ്മൾ വരികയാണ്. കട്ടിങ്ങിൻ്റെ അടുത്ത് വളരെ നിശബ്ദത മാത്രമായിരുന്നു. നോ സൗണ്ട് എക്സെപ്റ്റ് ഫോർ ദ സോബ്സ് ഓഫ് ദി ബോയ്. സോബ്സ് മീൻസ് തേങ്ങൽ. അപ്പോൾ ആ ഒരു ആൺകുട്ടിയുടെ തേങ്ങൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഹി സാറ്റ് ബിസൈഡ് ദ ബോഡി ഓഫ് ഹിസ് ഫാദർ. ആ ആൺകുട്ടി അവൻ്റെ അച്ഛൻ്റെ ശവശരീരത്തിനടുത്തിരുന്ന് തേങ്ങിക്കൊണ്ടിരുന്നു. ഹി സാറ്റ് ദെയർ എ ലോങ് ടൈം. അദ്ദേഹം വളരെ നേരം ആ കുട്ടി അവിടെ തന്നെ ഇരുന്നു. അൺഅഫ്രെയ്ഡ്, അവന് ഒരു പേടിയും തോന്നിയില്ല. ഓഫ് ദി ഡാർക്ക്നെസ്, ഇരുട്ടായിരുന്നെങ്കിലും അവന് പേടി തോന്നിയില്ല. ഗാർഡിങ് ദി ബോഡി ഫ്രം ജാക്കൽസ് ആൻഡ് ഹൈനാസ്, മീൻസ് കഴുതപ്പുലിയും അതുപോലെ തന്നെ ചെന്നായകളും വന്നിട്ട് ഈ ബോഡി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അവൻ അതിന് കാവലായി ഇരുന്നു. ഹൈനാസ് കഴുതപ്പുലി, ജാക്കിൾസ് ചെന്നായികൾ. Until the first faint light of the dawn brought with its arrival of the relief watchman. എന്തുകൊണ്ടാണ് പ്രഭാതം ത്തിൻ്റെ ആദ്യത്തെ രശ്മികൾ, ഫസ്റ്റ് ഫെയിൻറ്റ് ലൈറ്റ്, നേർത്ത പ്രഭാതത്തിൻ്റെ രശ്മികൾ കടന്നു വരുന്നത് വരെ, ബ്രോട്ട് വിത്ത് ഇറ്റ് ദി അറൈവൽ ഓഫ് ദ റിലീഫ് വാച്ച്മാൻ. വാച്ച്മാൻ അപ്പോഴാണ് ഒരു അല്പം ആശ്വാസം. ആരാണ് ഇപ്പോഴത്തെ വാച്ച്മാൻ? ബോഡിക്ക് കാവലിരിക്കുന്ന ബോയിയെക്കുറിച്ചാണ് പറയുന്നത്. ആ പ്രഭാതത്തിൻ്റെ ചെറിയ കിരണങ്ങൾ വന്നപ്പോഴാണ് അവനൊരു ആശ്വാസമായത്. ഇനി മൃഗങ്ങൾ വന്ന് വലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയില്ല. തെമ്പു ആൻഡ് ഹിസ് സിസ്റ്റർ ആൻഡ് മദർ were plunged in grief for 2
ഹോൾ ഡേയ്സ് 2 ദിവസം മുഴുവൻ അവനും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും വലിയ ദുഃഖത്തിൽ അകപ്പെട്ടിരുന്നു. ബട്ട് ലൈഫ് ഹാഡ് ടു ഗോ ഓൺ. എന്നാൽ ജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. ആൻഡ് എ ലിവിങ് ഹാഡ് ടു ബി മെയ്ഡ്. അവർക്ക് എന്തുണ്ടായിരുന്നു? ഉപജീവനോപാധി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. വെറുതെ 2-3 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ദീർഘകാലം അച്ഛൻ മരിച്ചതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉപജീവനം കഴിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തു ചെയ്തു? ടെമ്പു ആൻഡ് ഹിസ് സിസ്റ്റർ ആൻഡ് മദർ were plunged in grief for 2 whole days. But life had to go on and the living had to be made. എന്ത് ചെയ്യാനുണ്ടായിരുന്നു? അവർക്ക് എന്തെങ്കിലും ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. ആൻഡ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി നൗ ഫെൽ ഓൺ ടെമ്പു. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ ടെമ്പുവിൻ്റെ തലയിലേക്ക് വീണു. 3 nights later, 3 രാത്രി കഴിഞ്ഞപ്പോൾ ഹി വാസ് അറ്റ് ദ കട്ടിങ്. അവൻ കട്ടിങ്ങിൻ്റെ അടുത്തെത്തു. രാത്രിയിൽ എന്ത് സംഭവിച്ചു? ലൈറ്റിംഗ് ദ സിഗ്നൽ ലാമ്പ് ഫോർ ദി ഓവർലാൻഡ് മെയിൽ. അവൻ എന്ത് ചെയ്തു? സ്വയം ആ ജോലി ഏറ്റെടുത്ത് 3 രാത്രി കഴിഞ്ഞപ്പോൾ അവൻ സധൈര്യം അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തു. കട്ടിങ്ങിനടുത്ത് വന്ന് സിഗ്നൽ ലാമ്പിൽ വിളക്ക് കയറ്റി അവൻ ഓവർലാൻഡ് മെയിലിന് വേണ്ടി കാത്തിരുന്നു. ഹീ സാറ്റ് ഡൗൺ ഇൻ ദി ഡാർക്ക്നെസ് ടു വെയിറ്റ് ഫോർ ദ ട്രെയിൻ. ആ ഇരുളിൽ അവൻ ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. ആൻഡ് സാങ് സോഫ്റ്റ്ലി ടു ഹിംസെൽഫ്. അവൻ സാവധാനം എന്ത് ചെയ്തു? പാട്ടുപാടി. ദർ വാസ് നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ്. ഇനി ഒന്നിനെയും ഭയപ്പെടാനില്ല. ഹിസ് ഫാദർ ഹാഡ് കിൽഡ് ദി ടൈഗർ. അവൻ്റെ അച്ഛൻ ആളുകളെ തിന്നുന്ന കടുവയെ കൊന്നുകഴിഞ്ഞു. ദ ഫോറസ്റ്റ് ഗോഡ്സ് വെയർ പ്ലീസ്ഡ്. വനദേവതമാർ തൃപ്തിപ്പെട്ടു, വനദേവതമാർ സന്തോഷിച്ചു. ആൻഡ് ബിസൈഡ്സ് ഹീ ഹാഡ് ദി ആക്സ് വിത്ത് ഹിം. കൂടാതെ അവന് എന്തുണ്ട്? അവൻ്റെ കയ്യിൽ കോടാലിയുമുണ്ട്. ഹിസ് ഫാദേഴ്സ് ആക്സ്. അച്ഛൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോടാലിയാണ്. ആൻഡ് ഹീ നൗ ന്യൂ ടു യൂസ് ഇറ്റ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അവനിപ്പോൾ അറിയുകയും ചെയ്യാം. 13:4 ഇൻഡസ് ക്വസ്റ്റ്യൻ 13:4 ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദി ടൈഗർ എൻറ്റർ ദി ടണൽ. എങ്ങനെയാണ് കടുവ ടണലിലേക്ക് കയറിയത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ആ കടുവ ടണലിലേക്ക് കയറിയത്? എന്തുകൊണ്ടാണ് കടുവ ടണലിലേക്ക് കയറാൻ കാരണം? ട്രെയിൻ വരുന്നുണ്ടല്ലേ. ട്രെയിൻ വരുന്നത് കണ്ടിട്ടാണ് കടുവ ടണലിലേക്ക് കയറിയത്. 13:4 ആൻസർ നോക്കുക. ഹി വാസ് ട്രാപ്ഡ് വെൻ ദ ട്രെയിൻ കെയിം. ട്രെയിൻ നേരെ വന്നു കഴിഞ്ഞപ്പോൾ കടുവ കുടുങ്ങി. ഫ്ലിറ്റ് എലോങ് ദി കട്ടിങ് വാസ് ഇമ്പോസിബിൾ. അതിന് കട്ടിങ്ങിന് ക്രോസ് ചെയ്ത് കടന്നു പോകാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ടണലിലേക്ക് കയറിയത്. വാട്ട് ഹാപ്പൻ ദി ടൈഗർ. ടൈഗറിന് എന്ത് പറ്റി? ഹി കോട്ട് ക്യാച്ച് ഇൻ കൗ കാച്ചർ ഓഫ് ദി എൻജിൻ. എൻജിൻ്റെ കൗ കാച്ചർ കൊണ്ട് അത് മുറിഞ്ഞുപോയി. കടുവ മുറിഞ്ഞുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദെയർ എക്സൈറ്റ്മെൻറ്റ് അറ്റ് ദി സ്റ്റേഷൻ. എന്ത് ആശ്ചര്യമാണ് ആ സ്റ്റേഷനിൽ നടന്നത്? ഡ്രൈവർ ഫൗണ്ട് ദ ടൈഗർ കട്ട് ഇൻ ഹാഫ് ജസ്റ്റ് അബവ് ദി കൗക്കാച്ചർ ഓഫ് ദി എൻജിൻ. എൻജിൻ്റെ കൗക്കാച്ചറിൽ ഒരു കടുവയുടെ മുറിഞ്ഞ ഭാഗം എൻജിൻ ഡ്രൈവർ കണ്ടു. നെക്സ്റ്റ് 4ാമത്തെ ചോദ്യം, വാട്ട് വാസ് ഹാപ്പൻ അറ്റ് ദി കട്ടിങ്. കട്ടിങ്ങിൽ എന്താണ് സംഭവിച്ചത്? തിരിച്ച് കട്ടിങ്ങിൽ ദെയർ വാസ് നോ സൗണ്ട്. അപ്പോൾ ഈ ടണലിന് മുമ്പിലുള്ള കട്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. ദെയർ വാസ് നോ സൗണ്ട്. ദ ബോയ് സാറ്റ് ബിസൈഡ് ദ ബോഡി ഓഫ് ഹിസ് ഫാദർ. അവൻ്റെ അച്ഛൻ്റെ അരികിലിരുന്ന് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം, വൈ ഡിഡ് തെമ്പു സിറ്റ് ബൈ ഹിസ് ഫാദേഴ്സ് ബോഡി. എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ബോഡിയുടെ അടുത്ത് തെമ്പു ഇരുന്നത്? ദ ഗാർഡ് ഇറ്റ് ബോഡി ഫ്രം ജാക്കുൽസ് ആൻഡ് ഹൈനാസ്. എന്താണ്? ചെന്നായ്ക്കളും അതുപോലെ തന്നെ മറ്റ് കഴുതപ്പുലിയും ഒക്കെ വന്നിട്ട് ബോഡി എടുത്തുകൊണ്ട് പോകാതിരിക്കാതെയാണ് തെമ്പു അവിടെ കാവലിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് തെമ്പു ടേക്ക് അപ്പ് ഹിസ് ഫാദേഴ്സ് ജോബ് സൂൺ ആഫ്റ്റർ ഹിസ് ഡെത്ത്. അച്ഛൻ മരിച്ച ഉടൻ തന്നെ തെമ്പു എന്തുകൊണ്ടാണ് ആ ജോലി ഏറ്റെടുത്തത്? ആൾ ദി റെസ്പോൺസിബിലിറ്റി ഫെൽ ഓൺ തെമ്പു. കുടുംബത്തെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം തെമ്പുവിൻ്റെ തലയിൽ വന്നു വീഴുക ആയിരുന്നു. ഇത്രയുമാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത്
ഓവറോൾ ക്വസ്റ്റ്യൻസ് ആണ്. 3 ചോദ്യങ്ങളുണ്ട് ഓവറോൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓവറോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഒന്നാമത് ചോദ്യം, റൈറ്റ് 2 ഇൻസിഡൻറ്റ് ടു ഷോ ദ ക്വാളിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ബാൽഡിയോ ആൻഡ് തെമ്പു. തെമ്പുവിൻ്റെയും ബാൽഡിയോയുടെയും ഉത്തരവാദിത്വത്തെ കാണിക്കുന്ന 2 സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്തത്തോടെയാണ് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആ ഉത്തരവാദിത്തത്തെ കാണിക്കുന്ന 2 സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓവറോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുക. ബാൽഡിയോയുടെ ഉത്തരവാദിത്തത്തെ കാണിക്കുന്നുണ്ട്. ബാൽഡിയോ 1 ടുക്ക് അപ്പ് ഹിസ് ജോബ് ഇൻ സ്പൈറ്റ് ഓഫ് ദി ഡേഞ്ചർ. അദ്ദേഹം എന്ത് ചെയ്തു? അപകടത്തെ കാര്യമാക്കാതെ ആ ജോലി അദ്ദേഹം ഏറ്റെടുത്തു. 2 ട്രൈഡ് ടു കിൽ ദി ടൈഗർ. ടൈഗറിനെ കൊല്ലാൻ ശ്രമിച്ചു. ഈ 2 സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ കാണിക്കുന്നത്. ഇനി തെമ്പുവിൻ്റെ ആത്മാർത്ഥതയെ കാണിക്കുന്നത്, ടുക്കപ്പ് ഹിസ് ഫാദേഴ്സ് ജോബ്. അച്ഛൻ്റെ ജോലി അവൻ ഏറ്റെടുത്തു. ലുക്ക്ഡ് ആഫ്റ്റർ ദി ഫാമിലി ഇൻ ദി പ്ലേസ് ഓഫ് ഹിസ് ഫാദർ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ കുടുംബത്തെ അവൻ സംരക്ഷിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, മോസ്റ്റ് വൈൽഡ് ആനിമൽസ് അവോയ്ഡ് ഹ്യൂമൻ ബീങ്സ്. സാധാരണ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ കാണുമ്പോൾ മൃഗങ്ങൾ അവനെ ഉപദ്രവിക്കാറില്ല. മോസ്റ്റ് വൈൽഡ് ആനിമൽസ് അവോയ്ഡ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനെ ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത്. വൈ ഡിഡ് ദി ടൈഗർ കം സ്ട്രേറ്റ് ടു ബാൽഡിയോ. എന്നാൽ ഈ കടുവ ബാൽഡിയോയ്ക്ക് നേരെ വന്നു. എന്തുകൊണ്ട്? ഇറ്റ് വാസ് യൂസ്ഡ് ടു ദി വേസ് ഓഫ് ദി മാൻ ആൻഡ് എക്സ്പെക്റ്റഡ് ടു ബോൾ ഓവർ ബാൽഡിയോ ഹൂ സ്റ്റുഡ് ഇൻ ദി വേ. എന്ത് സംഭവിച്ചത്? സാധാരണ മൃഗങ്ങളെ കാണുമ്പോൾ അതിൻ്റെ വഴിയിൽ നിന്ന് മനുഷ്യൻ തിരിഞ്ഞു പോകും അല്ലെങ്കിൽ മാറിപ്പോകും. പക്ഷേ ബാൽഡിയോ എന്ത് ചെയ്തു? ബാൽഡിയോ ഹൂ സ്റ്റുഡ് ഇൻ ദി വേ, അതിൻ്റെ നേർക്ക് നേർ നിന്നു. അതുകൊണ്ടാണ് അതിനെ ആക്രമിക്കേണ്ടി വന്നത്, ബാൽഡിയോയെ ആക്രമിക്കേണ്ടി വന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, ഗീവ് 3 റീസൺസ് വൈ തെമ്പു വാസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനിത്തിങ്. തെമ്പുവിന് ഒന്നിനെയും ഇപ്പോൾ പേടിയില്ല. 3 കാരണങ്ങൾ പറയുക. ഒന്നാമത്തെ കാരണം, ഹിസ് ഫാദർ ഹാഡ് കിൽഡ് ദി ടൈഗർ. അവൻ്റെ അച്ഛൻ കടുവയെ കൊന്നു കഴിഞ്ഞു, ഞാൻ പേടിക്കേണ്ടതില്ല. 2 ദി ഫോറസ്റ്റ് ഗോഡ്സ് വേർ പ്ലീസ്ഡ്. വനദൈവങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു. 3 ഹീ ഹാഡ് ഹിസ് ഫാദേഴ്സ് ആക്സ്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ്റെ അച്ഛൻ്റെ മഴു അവൻ്റെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഒന്നിനെയും ഇനി ഭയപ്പെടേണ്ട എന്നവന് തോന്നിയത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. കുറച്ച് നീളത്തിലുള്ള പാഠമായിരുന്നു, അതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക.